ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിമാനവാഹിനിയിൽ നിന്നും പറന്നുയർന്നതാണ് F-35. കാലാവസ്ഥ എത്ര മോശമായാലും അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള വിധമാണ് F-35ന്റെ നിർമ്മാണം. എന്നാൽ പറന്നുയർന്നതിന് പിന്നാലെ വിമാനത്തിന് തകരാറുണ്ടെന്ന് പൈലറ്റിന് ബോധ്യപ്പെട്ടു. എല്ലാ റഡാറുകളിൽ നിന്നും മറച്ചു പറക്കുന്ന വിമാനം 3/4 മിനിറ്റ് നേരം മാത്രം മറനീക്കി പുറത്തു വന്ന് ലാൻഡിങ്ങിന് സഹായം തേടുകയായിരുന്നു. കുതിച്ചു പായുന്ന വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ വിമാനവാഹിനികളിൽ വന്നിറങ്ങാൻ കഴിയില്ല. ദീർഘദൂരത്തുള്ള ഒരു റൺവേ വേണ്ടിവരും. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഇറക്കാൻ തീരുമാനിച്ചത്. തകരാറുണ്ടെന്ന് സംശയം വന്നതിനാൽ വിദഗ്ധരെത്തി പൂർണ്ണ ഫിറ്റ്നസ് നൽകാതെ അതിനെ തിരികെ പറത്താനും കഴിയില്ല. F-35 പോലെ സങ്കീർണ സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങൾ പറന്നുയരും മുൻപ് പൂർണ്ണ ഫിറ്റ്നസ് നിർബന്ധമാണ്. ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെയാണത്. പൂർണ്ണ തൃപ്തിയുണ്ടെങ്കിൽ അല്ലാതെ പറന്നുയരില്ല. ഇന്ത്യയുമായി ഒരു പ്രശ്നവുമില്ല എന്നതിന് തെളിവ് റോയൽ നേവിയുടെ നന്ദി സന്ദേശമാണ്. അടിയന്തര ഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിച്ച് സുരക്ഷിത ലാൻഡിങ്ങിന് സൗകര്യമൊരുക്കിയ ഇന്ത്യക്ക് നന്ദി. വിമാനത്തിന് നൽകി വരുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾക്കും ഇന്ത്യയോട് നന്ദി എന്നായിരുന്നു ആ സന്ദേശം. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിശ്വാസത്തിന് ഇതിലുമപ്പുറം ഒരു തെളിവിന്റെ ആവശ്യമില്ലല്ലോ.